കനയ്യകുമാറും വിഷ്ണുവും മലയാളികളല്ല, പക്ഷേ മനുഷ്യത്വമുള്ള മനുഷ്യരാണ്. ഇടുക്കി ജലസംഭരണി തുറന്നുവിട്ടപ്പോൾ രൗദ്രഭാവത്തിൽ ഒഴുകുന്ന പെരിയാറിനെ കാണാൻ തടിച്ചു കൂടിയവരായിരുന്നു മലയാളികൾ. വെള്ളപ്പാച്ചിലിന്റെ ഫോട്ടോ എടുക്കാനും വെള്ളപ്പൊക്കത്തിനൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ഒരു ഉളുപ്പും കാണിക്കാതെ ഓടിക്കൂടിയവരായിരുന്നു ഭൂരിഭാഗം മലയാളികളും. അന്യസംസ്ഥാന തൊഴിലാളികളോട് തൊട്ടുകൂടായ്മ കാണിക്കുന്നവരാണ് മലയാളികൾ. അവരുടെ ജീവനും വിയർപ്പിനും വില കൽപ്പിക്കാത്തവർ, കുറ്റം ആരോപിച്ച് തല്ലിക്കൊല്ലാനും മടി കാണിക്കാത്തവർ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ അടങ്ങുന്ന എല്ലാ മലയാളികളുടെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ് രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ. മലയാളികളുടെ അഹംഭാവത്തിന് മുന്നിൽ അവർ അങ്ങനെ തന്നെ വിളിക്കപ്പെടും. രണ്ട് മനുഷ്യർ, നിലാവ് പോലെ നന്മയുള്ള രണ്ട് മനുഷ്യർ, കനയ്യകുമാറും വിഷ്ണുവും. ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകളെല്ലാം തുറന്നപ്പോൾ ചെറുതോണി പാലം വെള്ളത്തിന് അടിയിലായി. പാലത്തിന്റെ കൈവരികളും തകർന്നു. ഉഗ്രരൂപിയായി പുഴയുടെ തിട്ടയെയും അവിടെയുണ്ടായിരുന്ന മരങ്ങളെയുമെല്ലാം വലിച്ചെടുത്തുകൊണ്ടായിരുന്നു വെള്ളം ഒഴുകിയിരുന്നത്. ഈ സമയത്താണ് ഒരു പിഞ്ചു കുഞ്ഞ് കടുത്ത പനിയുമായി പാലത്തിനിപ്പുറം പെട്ടത്. കുത്തിയൊലിക്കുന്ന വെള്ളം പാലത്തിന് മുകളിലെത്തിയിരുന്നു. അപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു ദുരന്ത നിവാരണ സേനയ്ക്ക് കിട്ടിയ വയർലൻ സന്ദേശം. ദുരന്ത നിവാരണ സേനയിലെ അംഗമായ കനയ്യകുമാർ ആയിരുന്നു ആ ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തത്. പനി ബാധിച്ച കുഞ്ഞിനെയും കൊണ്ട് കനയ്യകുമാർ ചെറുതോണി പാലത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ആയിരുന്നു പുറത്തുവിട്ടത്. ഹൃദയം അടക്കിപ്പിടിച്ചാണ് ലോകം ആ കാഴ്ച കണ്ടത്. അപ്പോഴും അതാരായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിന്നീടാണ് കനയ്യകുമാർ എന്ന മറുനാട്ടുകാരനാണ് ആ ധീരകൃത്യം ചെയ്തതെന്ന് ലോകം തിരിച്ചറിഞ്ഞത്. കനയ്യകുമാറിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ രാജ്യമെങ്ങും ചർച്ച ചെയ്യുകയാണ്. മനുഷ്യത്വത്തിന്റെയും ധീരതയുടെയും പ്രതീകമായി കനയ്യകുമാർ വാഴ്ത്തപ്പെടുന്നു. അതിനോടൊപ്പം അറിയേണ്ട മറ്റൊരാൾ കൂടിയുണ്ട്. അന്യദേശത്തു നിന്ന് ജീവിക്കാൻ വേണ്ടി മാത്രം കേരളത്തിലെത്തിയ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ. കമ്പിളിപ്പുതപ്പുകൾ വിൽക്കാൻ വേണ്ടി കേരളത്തിലെത്തിയതാണ് വിഷ്ണു. ദുരിതാശ്വാസ ക്യാമ്പിലെ അന്തേവാസികളുടെ ദുരിതം കണ്ടപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന 50 പുതപ്പുകൾ അവർക്ക് നൽകി അവൻ തിരിച്ചു നടക്കുകയായിരുന്നു. മറുനാടൻ തൊഴിലാളികളോട് പുച്ഛവും അസഹിഷ്ണുതയുമാണ് മലയാളികൾക്ക്. എന്നാൽ ഈ മറുനാട്ടുകാർ കാണിച്ച മനുഷ്യത്വം നമ്മൾ അവരോട് തിരിച്ചു കാണിക്കാറുണ്ടോ? ഓരോ മലയാളികളും ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.